നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ടി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ CPM ഇന്ന് വൈകിട്ട് നിലമ്പൂർ ചന്തക്കുന്നിലാണ് പൊതുയോഗം. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. KT ജലീലും പങ്കെടുക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയെങ്കിലും അവസാനിക്കാതെ വിവാദം. നിലവിൽ വഹിക്കുന്ന സായുധ സേനാ ചുമതലയിൽ നിലനിർത്തി സ്ഥാനമാറ്റത്തിന്റെ രീതിയിലാണ് നടപടിയെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലും MR അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് പരാമർശമില്ല. സ്ഥാനമാറ്റത്തിന്റെ രീതിയിലാണ് നടപടിയെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയ നടപടിയിൽ സന്തോഷമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ്. ADGPയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത് CPI. നടപടി ഇത് മതിയോ എന്ന കാര്യത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്നും ബിനോയ് വിശ്വം. ADGP അജിത് കുമാറിന്റെ സ്ഥാനമാറ്റത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി PV അൻവർ. അജിത് കുമാറിന്റെ തലയിൽ നിന്ന് തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്നാണ്, CMA എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകും. ദ ഹിന്ദുവിലെ വിവാദാഭിമുഖത്തിന്റെ മലപ്പുറം പരാമർശം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. PR വിവാദവും പ്രതിപക്ഷം ആയുധമാക്കും. ADGP മനോജ് എബ്രഹാം ഉടൻ ഇന്റലിജൻസ് ഒഴിയില്ല. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പകരം ചുമതല നൽകാതെ ഒഴിയാൻ കഴിയില്ല. പുതിയ ഇന്റലിജൻസ് മേധാവിയെ തീരുമാനിച്ചിട്ടില്ല. ADGPമാരുടെ എണ്ണക്കുറവ് പുതിയ ഉദ്യോഗസ്ഥനെ കണ്ടെത്തുന്നതിൽ തലവേദനയാകും. കപ്പൽ യാത്രയ്ക്കിടെ യുവാവിനെ കാണാതായതായി പരാതി. കാസർഗോഡ് കള്ളാർ സ്വദേശിയായ ആൽബർട്ട് ആന്റണിയെയാണ് ചൈനയിൽ കപ്പൽ യാത്രയ്ക്കിടെ കാണാതായത്. ചരക്ക് കപ്പലിൽ നിന്നും കാണാതായതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുകയായിരുന്നു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുമ്പാകെയാണ് ഹാജരാവുക. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്നറിയിച്ച് അന്വേഷണ സംഘത്തിന് കത്ത് നൽകുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ രാവിലെ 4 മണി വരെ ജലവിതരണം മുടങ്ങും. പേരൂർക്കട, നാലാഞ്ചിറ, ശാസ്തമംഗലം, വെള്ളയമ്പലം, കവടിയാർ, നന്ദൻകോട്, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, ടെക്നോ പാർക്ക്, പള്ളിപ്പുറം തുടങ്ങിയിടങ്ങളിലാണ് കുടിവെള്ളം മുടങ്ങുക. ജലവിതരണം തടസ്സപ്പെടുക വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈനിലെ തകരാറിനെ തുടർന്ന്. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഒക്ടോബർ 11 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ മിനി ലോറിക്ക് മുന്നിൽ ഇരുചക്ര വാഹനമിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുളിമാത്ത് സ്വദേശികളായ രഞ്ജു, അനി എന്നിവരാണ് മരിച്ചത്. MC റോഡിൽ കിളിമാനൂർ പുളിമാത്ത് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. കനത്ത മഴയെ തുടർന്ന് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോഡ് കയറ്റിയ മിനി ലോറിയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശ് അറസ്റ്റിൽ. ഇന്നലെയാണ് ഓം പ്രകാശിനെ കൊച്ചി മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിനാണ് അറസ്റ്റ്. ഓം പ്രകാശിനെ കോടതിയിൽ ഹാജരാക്കും. ദേശീയ വാർത്തകൾ. ജമ്മുകശ്മീർ, ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. പ്രതീക്ഷയിൽ കോൺഗ്രസും BJPയും ഇന്ത്യ സഖ്യവും. ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ഭൂപീന്ദർ സിംഗ് ഹൂഡ ഡൽഹിയിൽ. ചെന്നൈയിൽ വ്യോമസേന സംഘടിപ്പിച്ച എയർ ഷോ കാണാനെത്തിയ 5 പേർ തളർന്നു വീണ് മരിച്ചു. കനത്ത ചൂടും നിർജ്ജലീകരണവുമാണ് കാരണം. 12 ലക്ഷം പേരാണ് എയർ ഷോ കാണാനെത്തിയത്. വിദ്യാർത്ഥി ആക്ടിവിസ്റ്റ് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തി 4 വർഷമായി ജയിലിൽ കഴിയുകയാണ് ഉമർ. ജസ്റ്റിസുമാരായ നവീൻ ചൗള, ഷാലിന്ദർ കൗർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. 2023 സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തിയ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ 11 തവണയാണ് മാറ്റിവെച്ചത്.